ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മൊജീറ്റോൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പാഷൻ ഫ്രൂട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം, പിന്നെ ഷുഗർ സിറപ്പ് വേണം, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 4 പാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ലെമൺ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ 2 എടുത്ത്, വലുതാണെങ്കിൽ 1 മതിയാവും. പിന്നെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് മൊജീറ്റോ ഉണ്ടാക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പാഷൻ ഫ്രൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നാരങ്ങയുടെ അളവ് വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൾപ്പ് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ സീഡൊക്കെ നമുക്ക് അരിച്ച് മാറ്റാം. ഞാനിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സീഡ് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. സീഡ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് അരിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ 4 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങയിൽ നിന്ന് ഒരു നാരങ്ങയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്തിട്ടുള്ള ലെമണും ആ പാഷൻ ഫ്രൂട്ടൊക്കെ അതുപോലെ തന്നെ ആ മിൻറ്റ് ലീഫൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം. അപ്പോൾ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് പ്ലെയിൻ സോഡയാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ പ്ലെയിൻ സോഡയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഞാനൊരു 3 പീസ് ലെമൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മിൻറ്റ് ലീഫിൻ്റെ തണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാണിച്ച അളവ് 2 ഗ്ലാസ് മൊജീറ്റോ റെഡിയാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഗ്ലാസിൻ്റെ ബാക്കി ഭാഗം സോഡ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മൊജീറ്റോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിക്കനുസരിച്ച് മധുരത്തിനൊക്കെ അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരോടും ബൈ. താങ്ക്